ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വെനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. ഹലോ ഹലോ, എന്താണ് പരിപാടി? നിനക്ക് ഇറങ്ങാൻ പറ്റില്ലേ? അയ്യോ പറ്റില്ലടി, ബൈക്ക് എന്റെ കയ്യിലില്ല. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. അല്ലെങ്കിൽ ആ പൊതിയും കൊണ്ട് വേറെ അടുത്ത് പോയിക്കളയും. പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലേലും എനിക്ക് മൂഡ് തോന്നുമ്പോ നിനക്ക് എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരமான ആള്. അതെങ്ങനെയാ? കർത്താവ് അടിവുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. ഞാൻ എന്താവായിരുന്നു? തീർന്നല്ലോ നിന്റെ പ്രശ്നം. ഇപ്പൊ വരാം. ഞാനിത് പ്രതീക്ഷിച്ചു. അതെന്ത്? പട്ടിണി കിടക്കുന്ന പട്ടിക്ക് മട്ടൻ ബിരിയാണി കിട്ടിയാ തിന്നുവോ അതോ കൊണ്ട കളയുവോ? ഞാനിതാ പുറത്തോട്ട് ഇറങ്ങി, ഓക്കേ. ഗേറ്റ് തുറന്നു, ഞാനിതാ ബൈക്കിലോട്ട് കയറി, എന്നിട്ട് പതിയെ പതിയെ മോളുടെ അടുത്തെത്തി, എന്നിട്ട് ഇങ്ങനെ കിസ് ചെയ്യോ, എന്നിട്ട് അവിടെ നിന്ന് പതിയെ പതിയെ മെല്ലോ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. ചേച്ചി വേറെ മൂടില്ല. ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. ഹലോ, ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നവര് പഠിച്ചതിനാ ഒളിച്ചു നോക്കിയത്. ഹേ കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ നീ എന്താടാ ഇവിടെ? ഞാൻ അമ്മേനെ കാണാമെന്നോ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും. ചേച്ചി അകത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് വരാം. പിന്നാമ്പറത്ത് ജനലിൽ ചെറിയൊരു ഓട്ടയുണ്ട്.